ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ബ്രെഡ് റോളാണ്. പൊട്ടറ്റോ സ്റ്റഫ്ഡ് ആക്കിയിട്ടുള്ള ഒരു ബ്രെഡ് റോളാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അതിനായി ഞാനിവിടെ 6 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ 4 പൊട്ടറ്റോ, അത് 2ആയി മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ അത് വേവിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കത് മാഷ് ചെയ്തെടുക്കണം. പിന്നെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ജീരകത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 4 ടേബിൾ സ്പൂൺ ഫ്രോസൺ ഗ്രീൻ പീസ്, പാല്, കുറച്ച് മല്ലിയില, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തത്, ഒരു 10 കാഷ്യൂനട്ട് ക്രഷ് ചെയ്തെടുത്തത്, 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ. ആദ്യം നമുക്ക് ഈ പൊട്ടറ്റോ മാഷ് ചെയ്തെടുക്കാം. ഒരു മാഷർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് മതി, ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടായാലും. ഇപ്പോൾ ഞാൻ പൊട്ടറ്റോ നന്നായി മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ജീരകപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേൽ മിക്സ് ചെയ്യാൻ. ഇപ്പോൾ പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഇടാം. കാഷ്യൂനട്ട് ഇല്ലെങ്കിൽ കപ്പലണ്ടി ഇട്ടാലും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറാനായി മാറ്റി വയ്ക്കാം. ആദ്യം നമുക്ക് ഈ ബ്രെഡ് സ്ലൈസിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഞാൻ എല്ലാ ബ്രെഡ് സ്ലൈസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, സൈഡ് പോർഷൻ കട്ട് ചെയ്ത്. ഇനി നമുക്കിത് പാലിൽ മുക്കിയെടുക്കാം. അധികം അങ്ങ്
ഡിപ്പ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത്, അധികം അമർത്തരുത്. എന്നിട്ട് ഇങ്ങനെ അതിലുള്ള പാലൊക്കെ കളയണം. കണ്ടോ, ഇങ്ങനെ എടുക്കണം. ഇനി ഈ ബ്രെഡ് സ്ലൈസിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഇതിങ്ങനെ ബോൾ പോലെ ആക്കിയാൽ മതി കേട്ടോ. നിങ്ങൾ ഷേപ്പൊന്നും ഇപ്പോൾ നോക്കണ്ട. ബ്രെഡ് റോൾസ് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ ഈ ബ്രെഡിൻ്റെ സൈഡ് പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ, അത് ഞാൻ ബ്രെഡ് ക്രംസ് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ കോട്ട് ചെയ്ത് കൊടുക്കണം. നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ഷേപ്പിൽ കിട്ടും. കണ്ടോ, ഇതിലിങ്ങനെ ഉരുട്ടി വരുമ്പോൾ കണ്ടോ, ഇപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടി. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രെഡ് റോൾസ് എല്ലാം കണ്ടോ നല്ല ഷേപ്പിൽ കിട്ടിയില്ലേ. ബ്രെഡ് ക്രംസിൽ നമ്മൾ കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ഷേപ്പ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മിൽക്കിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ റോൾ ചെയ്യുമ്പോൾ ചില ക്രാക്കോ എന്തെങ്കിലുമൊക്കെ വന്നാൽ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ നല്ല ഷേപ്പിൽ ഒരേപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ ഓയിലിലേക്ക് നമുക്ക് ബ്രെഡ് റോൾസ് ഇട്ട് കൊടുക്കാം. ഇത് ഇടുമ്പോൾ നമ്മൾ മീഡിയത്തിലേക്ക് ആക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് ഒക്കെ നമ്മൾ വേവിച്ചതാണ്. ഇതിൻ്റെ പുറത്തെ കോട്ടിങ് മാത്രമേ നമുക്കിനി ഫ്രൈ ആവാനുള്ളൂ. അപ്പോൾ മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇട്ടാൽ അപ്പോൾ തന്നെ നമ്മൾ തിരിച്ചിടരുത്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം വേണം തിരിച്ചിടാൻ കേട്ടോ. ഇപ്പോൾ ഇത് ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ബ്രെഡ് റോൾസ് എല്ലാം നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ഇനി നമുക്കിത് ഒരു കിച്ചൺ ടിഷ്യൂലേക്ക് മാറ്റാം. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ സ്റ്റഫ്ഡ് ബ്രെഡ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയുള്ളൊരു സ്നാക്കാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. Thank you.